വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ഊരുമൂപ്പൻ നടത്തിവന്നിരുന്ന നിരാഹാര സമരം 3 ദിവസം പിന്നിട്ടപ്പോൾ ഇദ്ദേഹത്തെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം ആശുപത്രിയിലേക്ക് മാറ്റി. കോളനിയിലേക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അധികൃതരുടെ ഉറപ്പ് ലഭിച്ചതോടെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതായും ഊരുമൂപ്പൻ അജയൻ അറിയിച്ചു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആദിവാസി ഊരുമൂപ്പൻ അജയൻ വഞ്ചിവയൽ ട്രാൻസ്ഫോർമർ പടിക്കൽ കുടിൽ കെട്ടി നിരാഹാര സമരം ആരംഭിച്ചത്. കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിന് അധികൃതർ ഉറപ്പ് നൽകിയാൽ മാത്രമേ താൻ നിരാഹാര സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് മൂപ്പൻ അറിയിച്ചിരുന്നു. എന്നാൽ നിരാഹാര സമരം 3 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അജയന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കോളനി നിവാസികൾ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് മെഡിക്കൽ സംഘം നിരാഹാര കുടിലെത്തുകയും പരിശോധിക്കുകയും ഹൃദയ സംബന്ധമായ രോഗമുള്ളതിനാൽ ഏറെ അവശനിലയിലായിരുന്ന അജയനെ വണ്ടിപ്പെരിയാർ CHCയിൽ നിന്നും ആംബുലൻസ് വരുത്തി വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ചതിനു പിന്നാലെ പീരുമേട് MLAയുടെ PA, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് SC ഓഫീസർ തുടങ്ങിയവർ ആശുപത്രിയിൽ എത്തുകയും കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ഉറപ്പ് നൽകി. ഇതോടെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. നിരാഹാരം അവസാനിപ്പിച്ച് പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു, അങ്ങോട്ട് സെക്രട്ടറിക്ക് പറ്റുന്നത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തരാമെന്ന് സെക്രട്ടറി പറഞ്ഞു. അതുപോലെ തന്നെ ട്രൈബൽ ഓഫീസർ വന്നു, സാറിന്റെ പേരിന് റോയ് സാർ വന്നു. അപ്പോൾ ഈ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഇത് 2 മാസത്തിനുള്ളിൽ പണി തുടങ്ങാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നിരാഹാരം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഗണേഷ് സാറും അങ്ങനെയാണ് പറഞ്ഞ ഉടനെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ നിരാഹാരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു. പക്ഷേ സമരമുഖത്ത് ഞാൻ എപ്പോഴും ഉണ്ടാകും. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അജയനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.